ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ്. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെറ്റൂണിയുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പിങ്ക് ഹോട്ട് എന്ന് പറയുന്ന ഒരു പെറ്റൂണിയുടെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ടല്ലോ, അത് ഒന്ന് കാണിച്ചു തരാവേ. അത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അതിൻ്റെ പിക്ക് അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇനി ഫ്ലവർ ആകാനായിട്ടുണ്ട്, കുഞ്ഞു തൈയൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെറ്റൂണിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ പെറ്റൂണിയ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസ് നാടൻ ചെടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫ്ലവറൊക്കെ ആവുന്നതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഡേസി ഉണ്ട്, പിന്നെ കുറച്ച് വിൻക, അങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ഹോട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ആകുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഈ ടൈഡൽ വേവിൻ്റെ തന്നെ പ്ലാന്റൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. റെഡും അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു ചെറി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെമ്മിന് കുറച്ചുകൂടിയൊക്കെ ഒരു കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിങ്ക് ഹോട്ടും നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല പ്ലാന്റാണ്. ടൈഡൽ വേവിൻ്റെ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റും. കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു പിങ്ക് കളറാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോഴാണ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ആകുന്നതും ആ ഒരു സമയത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അധികം വെള്ളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കോരി ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മണ്ണ് നല്ല ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വെയിലത്ത് തന്നെ ഇരിക്കുകയാണ് ഈ പ്ലാന്റ്. വെയിലത്ത് തന്നെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ആ സമയത്ത് കുറച്ച് ഇലയൊക്കെ ഒന്ന് വാടി നിൽക്കും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ വെയിലങ്ങ് മങ്ങുമ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ വന്നോളും കേട്ടോ. അപ്പോൾ ഈ വെയിലടിക്കുന്ന സമയത്ത് ഈ വാട്ടമൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വെയിലൊന്ന് മങ്ങി കഴിയുമ്പോൾ പ്ലാന്റ് പഴയതുപോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പിങ്ക് ഹോട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ആദ്യം കാണുമ്പോൾ ഈ ഒരു നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസവും 2 ദിവസമൊക്കെ ആകുമ്പോൾ ചെറിയൊരു കളർ ഫേഡ് ഉണ്ടാകും. കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ. എന്നാലും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ആദ്യം ഈ ഒരു ഡാർക്ക് കളറിൽ നിന്ന് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇതായൊരു ചെറിയൊരു കളർ വ്യത്യാസത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ എന്നാലും ആ ഒരു കളറ് നല്ലതാണ്, നല്ലൊരു പിങ്ക് കളറാണ് വരുന്നത്. ഇത് ആദ്യത്തെ ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതുപോലെ നല്ല റൂട്ട് വന്ന പ്ലാന്റാണ് അയക്കുന്നത്. കണ്ടല്ലോ, പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അയക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. നല്ല കെയർ കൊടുത്തൊക്കെ അയക്കേണ്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്ലാന്റിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ഈ പെറ്റൂണിയ നമ്മൾ നല്ല രീതിയിൽ തന്നെ അയക്കണം. അതുപോലെ റൂട്ട് വന്ന പ്ലാന്റുകളാണ് അയക്കുന്നത്. ഇതിപ്പോൾ പേപ്പർ ഗ്ലാസ്സിൽ പിടിപ്പിച്ചതാണ് കേട്ടോ. എന്നാലും ഇതിൻ്റെ അടിയിലോട്ട് റൂട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഇത് നമുക്ക് നാടൻ വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റാണ്. നാടനാണോ എനിക്കറിയില്ല കേട്ടോ, ഹൈബ്രിഡ് വെറൈറ്റി ആണോ ഇതുപോലെയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഇല പോലെയാണ് വരുന്നത്. നല്ലൊരു പീച്ച് കളറാണ്. അതുപോലെ തന്നെ സീഡും വരുന്നുണ്ട് കേട്ടോ. സ്റ്റെമ്മ് വെച്ചാലും നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. നല്ലൊരു കളറാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷനാണ് കേട്ടോ. റെഡ്, അതുപോലെ തന്നെ ടൈഡൽ വേവ്, ചെറി, അതൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാനും പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഒരു പിങ്ക് കളറാണ്. അത് നല്ല ഭംഗിയാണ്. നല്ല വെയിലത്തിരിക്കുമ്പോഴാണ് നല്ല ഭംഗിയിൽ വളരുന്നതും പൂ ഉണ്ടാകുന്നതും. ഇത് ഈസി വേവ് റെഡാണ് കേട്ടോ. ഇതെനിക്ക് ഫ്ലവർ ആയിട്ടില്ല, കുഞ്ഞു തൈയാണേ. നേരത്തെ നമ്മൾ കാണിച്ചല്ലോ ആ ഒരു കളറാണേ. പിന്നെ വരുന്നത് ഡബിൾ പെറ്റലിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സെയിലിനായിട്ടുണ്ടെന്ന് പറഞ്ഞ് പിങ്ക് ഹോട്ടിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് ഫ്ലവർ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ടൈഡൽ വേവിൻ്റെ പർപ്പിൾ കളറാണ് കേട്ടോ. ഇതിലും ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട്. പിന്നെ ഇത് ബർഗണ്ടി, ഇതിലെനിക്ക് ഫ്ലവർ ആയിട്ടില്ല, മുട്ടൊക്കെ വന്ന് നിൽക്കുവാണ്. ഇത് നേരത്തെ ഉള്ളൊരു നോർമൽ വെറൈറ്റിയാണ്.
നമുക്ക് ആദ്യം ഒരു ലൈറ്റ് റോസ് കണക്ക് വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വൈറ്റിലേക്ക് മാറും. അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പ്യുവർ വൈറ്റ് അല്ല, അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പെറ്റൂണിയാസ്, അതുപോലെ നമുക്ക് നാടൻ ചെടികളാണ് കുറച്ചുള്ളത് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പെറ്റൂണിയ ഉണ്ട്, പിന്നെ അതുപോലെ വിൻഗ, ഹാങ്ങിങ് വിൻഗ, ഡെയ്സി, ഗ്രൗണ്ട് ഓർക്കിഡ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈയാക്കി അങ്ങനെ കൊടുക്കുന്നതാണ്, അല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്നോ അങ്ങനെയൊന്നും എടുത്ത് കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ താമസം ഉണ്ടാകും കേട്ടോ. നമ്മളിപ്പം തൈ വെച്ച് പിടിപ്പിച്ച്, അറിയാമല്ലോ, തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് ഒരു സെയിലിനുള്ളൊരു പരുവമൊക്കെ ആക്കി എടുക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളതിൻ്റെ പിറകെ ഒരുപാട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്കങ്ങനെ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.